ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഡെലിവറി ഓർഡർ നമുക്ക് എടുക്കാൻ സാധിക്കും. നോക്കി, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ വാച്ച് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം സെർച്ച് സ്ക്രിപ്റ്റിൽ വന്നിട്ട് നിങ്ങൾ ഏത് സ്റ്റോക്കാണോ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റോക്ക് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഗരുഡ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്കാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഗരുഡ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റോക്സിൽ വന്നിട്ട് അത് വാച്ച് ലിസ്റ്റിലോട്ട് ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഞാൻ ഈ പ്ലസ് ബട്ടൺ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നു, വാച്ച് ലിസ്റ്റോട്ട് ആ സ്റ്റോക്ക് ആഡാവുന്നു. അതിനുശേഷം ഞാനത് ഡെലിവറി ഇപ്പോൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും NSE ആണോ BSE ആണോ എന്ന്. അപ്പോൾ ഞാനിവിടെ NSE ആണ് ബൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ BSE ഒക്കെ ബൈ ചെയ്യേണ്ടവർ എന്ത് ചെയ്യുക, BSE ക്ലിക്ക് ചെയ്തുകൊണ്ട് BSE ബൈ ചെയ്യുക. ഇപ്പോൾ NSE ബൈ ചെയ്യേണ്ടവർ എന്ത് ചെയ്യുക, NSEയിലോട്ട് ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബൈ ക്ലിക്ക് ചെയ്യുക. ബൈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മളോട് ക്വാണ്ടിറ്റി ആവശ്യപ്പെടും. ഇപ്പോൾ ഞാനിവിടെ ഒരു ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്യുന്നത്. നോക്കി, ഇപ്പോൾ ഞാനിവിടെ ക്വാണ്ടിറ്റി കൊടുക്കുന്നു. ഇപ്പോൾ 10 ക്വാണ്ടിറ്റിയൊക്കെയാണ് വേണ്ടുന്നവർ അവിടെ 10 കൊടുക്കുക. ഇപ്പം 100 ക്വാണ്ടിറ്റിയൊക്കെയാണ് ബൈ ചെയ്യുന്നവരോട് 100 ക്വാണ്ടിറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് CNC MIS എന്ന് പറഞ്ഞ് കാണും. CNC എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ക്യാരി ആണ്. അതായത് നമ്മൾ ലോങ് ടൈമിലോട്ടോ ഒരു സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, CNC കൊടുക്കുക. ഇൻട്രാഡേ ചെയ്യുന്നവർ മാത്രം എന്ത് ചെയ്യുക, MIS കൊടുക്കുക. ഓക്കെ, അപ്പോൾ CNC നമുക്ക് താഴെ ക്യാപിറ്റൽ മാർജിനിലൊക്കെ നല്ല ഡിഫറൻസ് വരുന്ന കാണാം. നമുക്കിവിടെ ഒരു 5x മാർജിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ CNC ആണെങ്കിൽ നമ്മൾ ലോങ് ടൈമിലോട്ടാണ് ഡെലിവറി എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് താഴെ ലിമിറ്റ് പ്രൈസ് കാണാൻ പറ്റും, മാർക്കറ്റ് ഓർഡർ കാണാൻ പറ്റും. നോക്കിയേ, നമുക്ക് ലിമിറ്റ് എനിക്ക് ഏതിലൊരു നിശ്ചിത പ്രൈസിൽ ഈ ഗരുഡ സ്റ്റോക്ക് മതി. ഇപ്പോൾ ഗരുഡ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 130.74 എനിക്കിപ്പം ഒരു 129 വാങ്ങിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഒരു 128 വാങ്ങിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക. ഓക്കെ, എനിക്ക് അല്ല ഇപ്പം മാർക്കറ്റിലുള്ള പ്രൈസിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുക. മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബൈ കൊടുക്കുക. മാർക്കറ്റ് ഓർഡർ കൊടുക്കുക, നമ്മുടെ ക്വാണ്ടിറ്റി കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ബ്രോക്കർ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ബ്രോക്കറിൻ്റെ സജഷൻസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നോക്കി, ഞാനിവിടെ S കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഓർഡർ പ്ലേസ് ആയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിനുശേഷം എക്സിക്യൂട്ടിൽ വരുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതിന് ശേഷം നമ്മൾ ബൈ ചെയ്ത സ്റ്റോക്ക് എവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പോർട്ട്ഫോളിയോയിൽ വരണം. പോർട്ട്ഫോളിയോയിൽ വരുമ്പം നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ പൊസിഷൻസിൽ നമ്മുടെ ഗരുഡ സ്റ്റോക്കിനെ കാണാൻ പറ്റും. നോക്കി, ഗരുഡ ഇപ്പോൾ ബൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ P&L കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗരുഡ സ്റ്റോക്കും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിന് ശേഷം ഇതിന് ശേഷം നിങ്ങൾക്ക് ഇത് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിൽക്കണമെന്നൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഇതെടുക്കുക, എക്സൈറ്റിൽ പോവുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സെല്ല് കൊടുക്കുക. നിങ്ങൾ ബൈ ചെയ്ത ക്വാണ്ടിറ്റി തന്നെ എന്ത് ചെയ്യുക, സെല്ല് കൊടുക്കുക. ഇപ്പം അവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡറൊക്കെ ആണെങ്കിൽ ഇപ്പം മാർക്കറ്റിലുള്ള പ്രൈസിന് സെല്ലാവും. ഇനിയും എല്ലാവർക്കും ഒരു ഡൗട്ട്, ഇന്ന് ലോങ് ടൈമിലോട്ടൊരു സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഇന്നത് പൊസിഷനിൽ കാണിക്കും, നാളെ വരുവാണെങ്കിൽ ഈ സ്റ്റോക്കിനെ പൊസിഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ലോങ് ടൈമിലോട്ട് ബൈ ചെയ്ത സ്റ്റോക്കുകളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഹോൾഡിങ്സിൽ പോവാം. ഓക്കെ, ഞാനിവിടെ നേരത്തെ വാങ്ങിച്ച കുറേ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ, ഇതൊക്കെ ഞാൻ നേരത്തെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അപ്പം ഈ നമ്മൾ ലോങ് ടൈമിലോട്ടൊക്കെ വാങ്ങിച്ച സ്റ്റോക്കുകൾ പിന്നീട് കാണുന്നത് ഹോൾഡിങ്സിലായിരിക്കും. അപ്പോൾ ഹോൾഡിങ്സിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റോക്കിനെ കാണാൻ പറ്റും. അപ്പോൾ നോക്കി, ഹോൾഡിങ്സ് എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു MMTCയുടെ ഒരു സ്റ്റോക്കുണ്ട്. അപ്പോൾ ആ ക്വാണ്ടിറ്റി ഞാനൊരു അതിൽ നിന്നൊരു 2 ക്വാണ്ടിറ്റി ഞാൻ സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിത് MMTC എടുക്കുന്നു. അതിലെന്ത് ചെയ്യുന്നു, എക്സൈറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒരു 2 ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് സെല്ല് ചെയ്യുകയാണ്. അവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ CNC കൊടുക്കുന്നു. അവിടെ താഴെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ ഞാൻ സെല്ല് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ മാർക്കറ്റ് പ്രൈസ് കൊടുക്കുന്നു. അതിനുശേഷം വാലിഡിറ്റി ഡേ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ സെല്ല് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതെന്തായിട്ടുണ്ട്, സെല്ലായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ വരുവാണെങ്കിൽ, പൊസിഷനിൽ വരുവാണെങ്കിൽ MMTCയുടെ 2 ഷെയർ ഇവിടെ സെല്ലായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് ഈ പോർട്ട്ഫോളിയോയിൽ ഈ പൊസിഷനിൽ വരുന്ന കണ്ട് പേടിക്കേണ്ട. ഇത് നമ്മൾ ഡെലിവറിയാണ് എടുത്തേക്കുന്നത്. ഡെലിവറി ഓർഡറൊക്കെ സെല്ല് ചെയ്യുന്ന സമയത്ത് നെറ്റ് പൊസിഷനിൽ അത് കിടക്കുന്നതാണ്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും ഇത് സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നാളെ അതിനുശേഷം ഇന്ന് 80% നമുക്ക് സെറ്റിൽമെൻറ്റ് ആയതിൻ്റെ എമൗണ്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കയറും. ഒരു 20% ചിലപ്പോൾ T+2 ഡേയ്സിനുള്ളിലായിരിക്കും ചില സ്റ്റോക്കുകൾക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്